കൊടും ഭീകരൻ ഇന്ത്യ എന്താണോ ഇന്നലെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലക്ഷ്യമിട്ടത് ആ ലക്ഷ്യത്തിൽ ഒന്ന് നിറവേറി എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൊടും ഭീകരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. കൊല്ലപ്പെട്ടത് അബ്ദുൾ റൌഫ് അസർ, അതായത് മൗലാന മസൂദ് അസറിന്റെ സഹോദരൻ. ഖാണ്ഡഹാർ തട്ടിക്കൊണ്ടുപോകലിന്റെ, ഖാണ്ഡഹാർ റാഞ്ചലിന്റെ മുഖ്യ സൂത്രധാരൻ മൗലാന മസൂദ് അസറിന്റെ സഹോദരൻ അബ്ദുൾ റൌഫ് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. രാകേഷ് വിവരങ്ങളുമായി. രാകേഷ്, ഇന്ത്യ ലക്ഷ്യമിട്ടത് ഭീകരരെയാണ്, ഭീകരരുടെ കേന്ദ്രങ്ങളാണ്. അങ്ങനെയെങ്കിൽ ഒരു കണക്ക് തീർത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഖാണ്ഡഹാർ വിമാന റാഞ്ചലിൽ ഒരുപക്ഷെ അന്ന് ആ ചർച്ചകൾക്ക് പോയിട്ടുള്ള അജിത് ഡോവലിന്റെ നേതൃത്വത്തിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂറിൽ ആ ഖാണ്ഡഹാർ തട്ടിക്കൊണ്ടുപോകലിന്റെ റാഞ്ചലിന്റെ മുഖ്യ സൂത്രധാരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്? അതെ ശ്രീജ, ഓപ്പറേഷൻ സിന്ദൂർ വലിയ നേട്ടം എന്ന് തന്നെ പറയാം. കാരണം ഇന്ത്യ ലക്ഷ്യം വെച്ചത് ഭീകരരെയാണ്, ഭീകര താവളങ്ങളെയാണ്. അങ്ങനെ ഒരു കൊടും ഭീകരൻ, പ്രത്യേകിച്ച് ജയ്ഷ് ഇ മുഹമ്മദിന്റെ സുപ്രീം കമാൻഡർ തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ മിനിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതായത് ജയ്ഷിന്റെ സുപ്രീം കമാൻഡറായ അബ്ദുൾ റൌഫ് അസർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇന്നലെ ഉണ്ടായ ഇന്ത്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. കാരണം ഇന്ത്യ ലക്ഷ്യം വെച്ചത് 9 കേന്ദ്രങ്ങളാണ്. അതിൽ തന്നെ 4 കേന്ദ്രങ്ങൾ പാകിസ്ഥാനിലായിരുന്നു. ജയ്ഷിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ബഹാവൽപൂരിലായിരുന്നു. അവിടെയാണ് ഇന്നലെ തന്നെ ആ വാർത്ത വന്നതാണ്. 14 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളത്. മൗലാന മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങളടക്കം 14 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വന്നതാണ്. അതിലേതായാലും അബ്ദുൾ റൌഫ് അസർ കൂടി ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പ്രത്യേകിച്ച് ഇന്ത്യയിൽ എണ്ണിയാലൊടുങ്ങാത്ത ഭീകരാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ജയ്ഷ് ഇ മുഹമ്മദ്. കാരണം 1999 മൗലാന മസൂദ് അസറിനെ ഇന്ത്യ ഇത്തരത്തിൽ വിട്ടു നൽകേണ്ടി വന്നത്. അന്ന് 160-ലധികം വരുന്ന ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് കാഠ്മണ്ഡുവിൽ നിന്ന് ഡൽഹിയിലേക്ക് തിരിച്ച ഇന്ത്യൻ എയർലൈൻസിന്റെ IC 814 നമ്പർ വിമാനം, അതാണ് അന്ന് ഭീകരർ തട്ടിക്കൊണ്ടുപോയത്. ആ തട്ടിക്കൊണ്ടുപോകലിന്, വിമാനം തട്ടിക്കൊണ്ടുപോകാൻ മുഖ്യ ആസൂത്രണം അല്ലെങ്കിൽ മാസ്റ്റർ മൈൻഡ് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടാവുന്ന ഭീകരനായിരുന്നു അബ്ദുൾ റൌഫ് അസർ. അങ്ങനെ 7 ദിവസം യാത്രക്കാരെ ബന്ദികളാക്കിയ ശേഷം അന്ന് ജമ്മുവിലെ കോട്ട് ബൽവാൾ ജയിലിൽ കഴിയുകയായിരുന്ന മൗലാന മസൂദ് അസറിനെയും മറ്റു 2 ഭീകരരെയും ഇന്ത്യക്ക് വിട്ടു നൽകേണ്ടി വന്നു. അന്ന് വിദേശകാര്യമന്ത്രിയായിരുന്ന ജസ്വന്ത് സിംഗ് ആണ് ഇവർക്ക് അകമ്പടി പോയതും. അങ്ങനെ ഈ ഭീകരരെ വിട്ടു നൽകിക്കൊണ്ടാണ് ഇന്ത്യക്ക് ഈ യാത്രക്കാരെയൊക്കെ തന്നെ രക്ഷിക്കാൻ സാധിച്ചത്. അന്നത്തെ ഒരുപക്ഷെ ഇന്ത്യയുടെ നയതന്ത്ര ചരിത്രത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ മോശം അധ്യായം എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കപ്പെടാവുന്നതാണ് ഈ ഖാണ്ഡഹാർ വിമാന റാഞ്ചൽ. ആ ഖാണ്ഡഹാർ വിമാന റാഞ്ചലിന് നേതൃത്വം വഹിച്ച കൊടും ഭീകരനെ ഇപ്പോൾ ഏതായാലും ഓപ്പറേഷൻ സിന്ധുവിൽ കൊലപ്പെടുത്തിയിരിക്കുന്നു. അബ്ദുൾ റൌഫ് അസർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇന്നലെ തന്നെ മൗലാന മസൂദ് അസർ ഉണ്ടായ പ്രതികരണങ്ങൾ ഉറുദു മാധ്യമങ്ങൾ നൽകിയിരുന്നു. കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടുവെന്ന് അയാൾ സ്ഥിരീകരിച്ചതാണ്. ഇപ്പോൾ ഏതായാലും സഹോദരൻ കൂടിയായ ജയ്ഷിന്റെ സുപ്രീം കമാൻഡറായ, പ്രത്യേകിച്ച് സമീപകാലത്തൊക്കെ തന്നെ ജയ്ഷിന്റെ ഓപ്പറേഷനുകളെല്ലാം തന്നെ നേതൃത്വം കൊടുത്തിരുന്നത് അബ്ദുൾ റൌഫ് അസർ ആയിരുന്നു. ഏതായാലും അബ്ദുൾ റൌഫ് അസർ കൊല്ലപ്പെട്ടിരിക്കുന്നെന്നാണ് പ്രധാനപ്പെട്ട വാർത്ത. മാത്രവുമല്ല, അല്പം മുമ്പ് സർവകക്ഷി യോഗത്തിലാണ് ആ യോഗത്തിന് അധ്യക്ഷത വഹിച്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് 100-ലധികം ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അബ്ദുൾ റൌഫ് അസർ കൊല്ലപ്പെട്ടു എന്ന സ്ഥിരീകരണം അല്ലെങ്കിൽ വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീജ, പാകിസ്ഥാനിലെ ഭീകരവാദികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. കാരണം ഇന്ത്യ ലോകത്തോട് ഇന്നലെ തൊട്ട് പറയുന്നത്, ഞങ്ങൾ പാകിസ്ഥാനെയല്ല ആക്രമിച്ചത്, പാകിസ്ഥാനിലെ സൈനികരെയല്ല, പാകിസ്ഥാനിലെ സാധാരണക്കാരെയല്ല ആക്രമിച്ചത്, പാകിസ്ഥാനിലെ ഭീകരവാദ സംഘടനകളെ, അവരുടെ കേന്ദ്രത്തെയാണ്, ഭീകരവാദത്തെയാണ് ആക്രമിച്ചത് എന്ന ഇന്ത്യയുടെ വാദത്തിന് ഏറ്റവും അടിത്തറ പകരുന്ന, ഇന്ത്യയുടെ ലക്ഷ്യം വളരെ കൃത്യമായിരുന്നു എന്ന് തെളിയുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ജയ്ഷ് ഇ മുഹമ്മദിന്റെ സുപ്രീം കമാൻഡർ എന്നറിയപ്പെടുന്ന അബ്ദുൾ റൌഫ് അസർ, മസൂദ് അസറിന്റെ സഹോദരൻ കൂടിയാണ് ഇയാൾ. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം രാകേഷ് പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നാണം കെട്ട ഒരു ഏട് എന്നാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഈ ഖാണ്ഡഹാർ വിമാന റാഞ്ചലിനെ പറയുന്നത്. അന്ന് ഈ വിമാന റാഞ്ചലിന് ശേഷം ചർച്ചകൾക്കായി പോയത് ആഭ്യന്തര മന്ത്രാലയം നിയോഗിച്ച ഒരു സംഘമാണ്. ആ സംഘത്തിൽ ഉണ്ടായിരുന്നത് അജിത് ഡോവലും
CD സഹായുമാണ്. അജിത് ഡോവലിനും CD സഹായും അന്ന് നയതന്ത്ര ചർച്ചകൾക്കായി ഇവർക്കരികിലേക്ക് സമവായ ചർച്ചകൾക്കായി പോയി. ഒടുവിലാണ് ഈ 3 ഭീകരരെ വിട്ടുകൊടുക്കേണ്ടി വന്നത്. അതേ അജിത് ഡോവൽ നേതൃത്വം നൽകുന്ന സംഘം ആ വിമാന റാഞ്ചലിന്റെ മുഖ്യ സൂത്രധാരനെ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കാലം കാത്തുവെച്ചൊരു നിയോഗം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ രാകേഷ്? അതെ ശ്രീജ, കാരണം അന്ന് അജിത് ഡോവൽ അടക്കമുള്ളവർ ഇത്തരമൊരു നീക്കത്തിൽ അല്ലെങ്കിൽ ഇത്തരമൊരു ഇടപെടൽ നടത്തിയതിന് ഏറെ പഴികേട്ടതാണ്. പിന്നീട് പല കാലങ്ങളിലായി പഴികേട്ടതാണ്. കാരണം ഈ മൗലാന മസൂദ് അസറിനെ അന്ന് ഏതാണ്ട് 99 വിട്ടയക്കുന്നു. പക്ഷെ അതിനുശേഷം നോക്കുകയാണെങ്കിൽ രാജ്യത്ത് നടന്ന ഭീകരാക്രമണങ്ങളിലൊക്കെ തന്നെ ജെയ്ഷെ മുഹമ്മദിന് വലിയ പങ്കുണ്ട്. അത് 2001 മുതൽ നോക്കുകയാണെങ്കിൽ പലപ്പോഴായി പല ഘട്ടങ്ങളിലായി അത്തരം ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. കാരണം 2001 NDA സർക്കാരിന്റെ കാലത്താണ് പാർലമെന്റ് ആക്രമണം നടക്കുന്നത്. അതിനുശേഷം 2016 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് പട്ടാൻകോട്ടിൽ സൈനിക താവളത്തിന് നേരെ ആക്രമണം നടക്കുന്നത്. കാരണം മുൻപെല്ലാം തന്നെ ഇത്തരത്തിൽ സൈനികരൊക്കെ തന്നെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്, നമ്മൾ വാർത്തകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയുടെ സൈനിക താവളങ്ങളിലേക്ക് ഭീകരർ ആക്രമിക്കുന്നത് അധികം കേട്ടുകേൾവിയില്ലാത്തതായിരുന്നു. പിന്നീട് ഉറി, നഗ്രോട്ട അടക്കം പല ഭാഗങ്ങളിൽ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. അതിനുശേഷം പുൽവാമയിൽ വലിയ തോതിൽ സൈനിക വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണം ഉണ്ടായി. അന്നെല്ലാം തന്നെ ഇതിന്റെ ചരട് വലിച്ചത്, ആസൂത്രണം നടത്തിയത് ജെയ്ഷെ മുഹമ്മദ് ആയിരുന്നു. മൗലാന മസൂദ് അസർ എന്ന ഭീകരന്റെ സംഘടനയായിരുന്നു. ഏതായാലും പലപ്പോഴായി ഈ ആക്രമണം ഉണ്ടാകുന്ന ഘട്ടത്തിലൊക്കെ തന്നെ അജിത് ഡോവലിന്റെ പേരും അക്കാലങ്ങളിലൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. കാണ്ഡഹാർ വിമാന റാഞ്ചൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇപ്പോൾ ഏതായാലും ഇന്ത്യ, പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂരിന് നേതൃത്വം വഹിച്ചത്, അതിന് ആസൂത്രണം ചെയ്തത് അജിത് ഡോവലാണ്. കാരണം ഒരു വിമാനം പോലും അതിർത്തി കടക്കാതെ, ഒരു സൈനികൻ പോലും അതിർത്തി കടക്കാതെ കൃത്യമായി ആസൂത്രണത്തോടുകൂടി ഇന്ത്യ നടപ്പാക്കിയ ഓപ്പറേഷനായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. അതാണിപ്പോൾ വലിയ നേട്ടമായിരിക്കുന്നത്, വിജയമായിരിക്കുന്നത്. കാരണം ഭീകരത്താവളങ്ങൾ സാധാരണഗതിയിൽ അത് പാക് അധിനിവേശ കാശ്മീരിലെ ഭീകരത്താവളങ്ങളാണ് അത്തരത്തിൽ ആക്രമിക്കാറുള്ളത്. പക്ഷേ ഇത്തവണ ഇന്ത്യയുടെ സ്ട്രാറ്റജി തന്നെ മാറ്റിക്കൊണ്ടുള്ള നീക്കമാണ് അജിത് ഡോവലിന്റെയും സംഘത്തിന്റെയും നേതൃത്വം നടന്നത്. കാരണം പഞ്ചാബ് പ്രവിശ്യയിലെ 4 ഭീകരത്താവളങ്ങൾ ലക്ഷ്യം വെച്ചു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭീകരത്താവളമായിരുന്നു ഇപ്പോൾ ഈ ജെയ്ഷിന്റെ ആസ്ഥാനമായ ബഹവൽപൂർ. അവിടെ ഉണ്ടായിരിക്കുന്ന ആക്രമണത്തിലാണ് ഇപ്പോൾ മൗലാന മസൂദ് അസറിന്റെ സഹോദരൻ കൊല്ലപ്പെട്ടിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അബ്ദുൾ റൌഫ് അസർ ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ കൊല്ലപ്പെട്ടിരിക്കുന്നതാണ് ഈ നിമിഷത്തെ, ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്ത. തീർച്ചയായും കേന്ദ്ര സർക്കാരിന് അഭിമാനിക്കാം, ഒപ്പം തന്നെ നേട്ടമായി അവകാശപ്പെടാം. കാരണം എന്താണോ ഈ ഓപ്പറേഷനിലൂടെ ലക്ഷ്യം വെച്ചത് അത് നേട്ടത്തിലേക്ക് എത്തുന്നു, ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നു എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്ത. ഏതായാലും ഇനി സർക്കാരിന്റെ ഭാഗത്ത് നിന്നടക്കം ഒരു ഔദ്യോഗികമായ പ്രതികരണം ഒരുപക്ഷെ ഇക്കാര്യത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിലവിൽ ഇതുവരെ സർക്കാർ എത്ര പേർ കൊല്ലപ്പെട്ടു എന്ന് ഔദ്യോഗികമായി, അതായത് മാധ്യമങ്ങൾക്ക് മുമ്പാകെ പ്രതികരിച്ചിട്ടില്ല. ഇന്നലെ വിദേശകാര്യ സെക്രട്ടറി അടക്കമുള്ള വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പോലും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. പകരം ആ ഓപ്പറേഷനെ കുറിച്ച് മാത്രമാണ് അവർ വിശദീകരിച്ചത്. ഏതായാലും ഇന്ന് സർവകക്ഷി യോഗത്തിൽ 100 ഭീകരരെ വകവരുത്തി എന്ന് പ്രതിരോധ മന്ത്രി അറിയിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ വാർത്ത കൂടി പുറത്തു വരുന്നത്. സ്വാഭാവികമായും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരുപക്ഷെ വലിയ നേട്ടമായ സാഹചര്യത്തിൽ തന്നെ ഇക്കാര്യത്തിൽ പ്രതികരണം ഉണ്ടായേക്കാം. പ്രതികരണം ഉണ്ടായാലും ഇല്ലെങ്കിലും ഇത് സർക്കാരിനെ സംബന്ധിച്ച്, രാജ്യത്തെ സംബന്ധിച്ച് വലിയ നേട്ടം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അതെ, ഒരു കൊടും ഭീകരനെ കൊലപ്പെടുത്താനായി ഈ ഓപ്പറേഷനിൽ തീർച്ചയായും ബാക്കി വിവരങ്ങളൊക്കെ ഇപ്പോഴും പുറത്തു വരുന്നതേ ഉള്ളൂ. ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഓപ്പറേഷനെ പറ്റിയുള്ള കൃത്യമായൊരു വിശദീകരണം മാത്രമാണ് ഉണ്ടായത്. ഇന്ന് സർവകക്ഷി യോഗത്തിൽ 100 ഭീകരർ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങൾ പ്രതിരോധ മന്ത്രി പറഞ്ഞു. പക്ഷെ അപ്പോഴും കൃത്യമായ വിവരങ്ങൾ ഇതുവരെയും മാധ്യമങ്ങൾക്ക് ലഭ്യമായിട്ടില്ല. അതിന്റെ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ അതിന്റെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അറിയേണ്ടത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക വിശദീകരണമാണ്. മസൂദ് അസറിനെയാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത്, സംശയമില്ല. ഇന്ത്യയെ സംബന്ധിച്ച് ഐക്യരാഷ്ട്രസഭ തന്നെ കൊടും ഭീകരനായി പ്രഖ്യാപിച്ചിട്ടുള്ള മസൂദ് അസറിനെ എത്ര കണ്ട് രക്ഷിക്കാൻ, എത്ര കണ്ട് സുരക്ഷിതമാക്കിയിരിക്കാൻ ശ്രമിച്ചാലും അവിടെ കണ്ടെത്തും എന്നൊരു മെസ്സേജ് ഇന്ത്യ കൊടുത്തിരുന്നു. അതിന്റെ ഭാഗമാണ് മസൂദ് അസറിന്റെ കേന്ദ്രത്തിലേക്ക് നടത്തിയ ആക്രമണം. അതിൽ മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്ന വിവരം ഇന്നലെ വന്നിരുന്നു.